ഹലോ, ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. മലയാളി പ്രേക്ഷകർ ഏറെയും കാത്തിരിക്കുന്ന ക്രിസ്മസ് ചിത്രം ഏത് എന്ന് ചോദിച്ചാൽ അത് മാർക്കോ തന്നെയാണ്. മണിക്കൂറുകൾ മാത്രം, അല്ലെങ്കിൽ 1-2 മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത് സിനിമയുടെ റിലീസിനായിട്ട്. സിനിമയുടെ പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ കേരളത്തിൽ നിന്ന് മാത്രമായി 2.5 കോടിക്ക് മുകളിൽ സിനിമ നേടുകയും വേൾഡ് വൈഡ് ആയിട്ട് സിനിമ 5 കോടിക്ക് മുകളിലും എത്തിയിട്ടുണ്ട്. സിനിമയുടെ പ്രിവ്യൂ റിപ്പോർട്ടുകളിലേക്ക് കടക്കുമ്പോൾ സിനിമയ്ക്ക് മികച്ച ഒരു പ്രതികരണം തന്നെയാണ് സിനിമയ്ക്ക് കാണാൻ കഴിഞ്ഞത്. ഇതിനകത്തിലെ വയലൻസിനെ കുറിച്ച് വാചാലന്മാരായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഒരു കഥാപാത്രത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴും ആ സിനിമയിൽ എത്രത്തോളം വയലൻസ് ഉണ്ടെന്നും അത് അദ്ദേഹത്തെ എത്രത്തോളം ഭയപ്പെടുത്തിയിട്ടുണ്ട് അത് ആ സീനുകളിൽ അഭിനയിക്കുമ്പോൾ എന്നുള്ളതുമൊക്കെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. എന്തായാലും പ്രിവ്യൂ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ സിനിമയ്ക്ക് പോസിറ്റീവ് റെസ്പോൺസ് തന്നെയായിട്ടാണ് കാണാൻ കഴിയുന്നത്. എന്താണെങ്കിലും അതേ ഒരു ക്വാളിറ്റി, അതേ ഒരു വാക്ക് നിലനിർത്താൻ പറ്റുകയാണെങ്കിൽ ഇത് മലയാള ഫിലിം ഇൻഡസ്ട്രിയിലെ ഏറ്റവും ഹോട്ട് ടോപ്പിക്കുകളിലേക്ക് എത്തും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അനിമൽ പോലെയുള്ള ചിത്രങ്ങൾ കണ്ട് കൈയടിച്ച് തിയേറ്ററുകൾ നിറച്ച ജനത മലയാളത്തിൻ്റെ അനിമൽ എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിലാണ് മാർക്കോയുടെ പോക്ക്. മാർക്കോയുടെ സീനുകളും കാര്യങ്ങളുമൊക്കെ കാണുമ്പോൾ ഒരു കാര്യം എടുത്ത് പറയാൻ കഴിയുന്നുണ്ട്, ഒരു നല്ല ക്വാളിറ്റി സ്റ്റാഫായിട്ട് തന്നെയാണ് ഹനീഫ് അദേനിയുടെ ഈ ഒരു സിനിമ എത്തിയിരിക്കുന്നത്. ഒപ്പം ഉണ്ണി മുകുന്ദൻ കൂടെ ചേരുമ്പോൾ അതിന് മാറ്റ് കൂട്ടിയിട്ടുമുണ്ട്. എന്നാൽ പ്രിവ്യൂവിൽ കിട്ടുന്ന റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ സിനിമ ഇന്ന് തിയേറ്ററിൽ ആളിക്കത്തും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. 2024 അവസാനത്തെ സൂപ്പർ ബ്ലോക്ക് ബസ്റ്റർ ആകും എന്നുള്ള പ്രതീക്ഷയുമാണ് ഈ ഒരു സിനിമയ്ക്ക്. അപ്പോൾ ലഭ്യമായ വിവരങ്ങളും അതേപോലെ തന്നെ പ്രിവ്യൂ റിപ്പോർട്ടുകളുമൊക്കെ വെച്ച് നോക്കുമ്പോൾ സിനിമ കത്താനുള്ള എല്ലാ ചാൻസുകളും കാണുന്നു. അപ്പോൾ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ സിനിമ ആരംഭിക്കുകയാണ്. 9 മണിക്കാണ് മിക്ക സ്ഥലങ്ങളിലും സ്റ്റാർട്ട് ചെയ്യുന്ന, ചില സ്ഥലങ്ങളിൽ 9:30, 12 മണി കഴിയുന്ന അല്ലെങ്കിൽ 12:30 കഴിയുന്നതോടുകൂടി തന്നെ സിനിമയുടെ ആദ്യ അഭിപ്രായങ്ങൾ പുറത്തു വരുന്നതാണ്. അപ്പോൾ കാത്തിരിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രേറ്റ് മീഡിയാസ്.